ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്ന അത്ഭുത ജീവിയുടെ പേരാണ് ഹമ്മിങ് ബേർഡ്. വിശദമായി നോക്കാം. ഹമ്മിങ് ബേർഡ് ശാസ്ത്രീയ നാമം ട്രൊച്ചിലിഡി. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളിൽ മുന്നിൽ. 375 ഇനം ഹമ്മിങ് ബേർഡ്സ് ഉണ്ട്. ആയുസ് 3 വർഷം തുടങ്ങി 5 വർഷം വരെ, ചിലപ്പോൾ 9 വർഷം വരെ ജീവിച്ചിരിക്കും. പുറകോട്ടും സൈഡിലേക്കും മലർന്നും പറക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി. ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പുറകോട്ടും ചെരിഞ്ഞും മലർന്നും എങ്ങനെ പറക്കാൻ കഴിയുന്നു എന്ന് പരിശോധിക്കുമ്പോൾ മറ്റൊരു അത്ഭുതം കാണാൻ കഴിയുന്നു. ഹമ്മിങ് ബേർഡ് 1 മിനിറ്റിൽ ചിറകടിക്കുന്നത് 3000-നും 5000-നും ഇടയിലാണ്. അതായത് നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 50-നും 80-നും ഇടയിൽ ചിറക് അടിച്ചിട്ടുണ്ടാകും. മറ്റൊരു പ്രത്യേകതയാണ് ചില ഇനം ഹമ്മിങ് ബേർഡിന് ശരീരത്തേക്കാൾ നീളമുള്ള ചുണ്ടുകളാണ്. പ്രത്യേകിച്ച് സ്വാട്ട് ബിൽഡ് ഹമ്മിങ് ബേർഡ്. ഇതിൻ്റെ ചുണ്ടിന് 10 സെൻറ്റിമീറ്റർ തുടങ്ങി 12 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. ശരീരത്തിൻ്റെ നീളമാണെങ്കിൽ 8 സെൻറ്റിമീറ്റർ തുടങ്ങി 10 സെൻറ്റിമീറ്റർ വരെയാണ്. ഈ നീളമുള്ള ചുണ്ടുകൾ കൊണ്ടാണ് ട്യൂബ് പോലെ ആഴത്തിലുള്ള പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത്. 1835 ചാൾസ് ഡാർവിൻ ഗലാപാഗോ ദ്വീപുകളിൽ പോയപ്പോഴാണ് ഫിഞ്ചസ് എന്ന പക്ഷിയുടെ ചുണ്ടിന് പല ദ്വീപുകളിൽ പല വലിപ്പം കണ്ടു. ശ്രദ്ധിച്ചപ്പോഴാണ് അവിടെയുള്ള പൂക്കളുടെ നീളം അനുസരിച്ച് ചുണ്ടുകളുടെ വലിപ്പവും നീളവും മാറിയിരിക്കുന്നു. ഈ അറിവാണ് മഹത്തായ പരിണാമ സിദ്ധാന്തത്തിലേക്ക് വഴിതെളിച്ച കുറേ കാര്യങ്ങളിൽ ഒരെണ്ണം. നേരത്തെ പറഞ്ഞുവല്ലോ, പുറകോട്ടും മലർന്നും ചരിഞ്ഞും വട്ടമിട്ടും പറക്കാൻ കഴിയുമെന്ന്. പക്ഷേ അതിനൊരു ദോഷവശമുണ്ട്. ഇങ്ങനെ പറക്കാൻ വളരെ ഊർജം അത്യാവശ്യമാണ്. ശരീരഭാഗത്തിൻ്റെ പകുതിയിലധികം ഷുഗർ ഒരു ദിവസം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ദിവസം 1000-നും 2000-നും ഇടയിൽ പൂക്കളിൽ പോയി തേൻ കുടിക്കും. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. പ്രോട്ടീൻ കിട്ടാനായി അവ പ്രാണികളെയും ഭക്ഷിക്കുന്നു. മറ്റൊരു അത്ഭുതമാണ് ഒരു പൂക്കളിൽ നിന്ന് മറ്റൊരു പൂക്കളിലേക്ക് വട്ടമിട്ട് പറക്കാൻ കഴിയുന്നത്. മറ്റുള്ള പക്ഷികൾ ചെന്ന് ഇരുന്ന് തേൻ കുടിക്കുമ്പോൾ ഇരിക്കാതെ തന്നെ പറന്നുകൊണ്ട് തേൻ കുടിക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി. ഹൃദയമിടിക്കുന്ന സ്പീഡ് നോക്കിയാൽ നമുക്ക് മറ്റൊരു അത്ഭുതം കാണാൻ കഴിയും. ഡൈവ് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റിനുള്ളിൽ 1260 തവണ ഹൃദയം ഇടിക്കുന്നു. വെറുതെ ഇരിക്കുമ്പോൾ 225 തവണ. സാധാരണ പറക്കുമ്പോൾ 500-നും 600-നും ഇടയിൽ ഹൃദയം ഇടിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയം ഇടിക്കുന്നത് 60-നും 100-നും ഇടയിൽ ആണ്. ശരീരത്തിൻ്റെ മെറ്റബോളിസം പരിശോധിച്ച് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. വലിയ മൃഗമായ ആനയേക്കാൾ 100 മടങ്ങ് അധികം മെറ്റബോളിസം നടക്കുന്നു. ഹമ്മിങ് ബേർഡ് ദേശാടനം നടത്തുന്നത് പ്രധാനമായും ഭക്ഷണം കിട്ടുവാൻ. ഗൾഫ് ഓഫ് മെക്സിക്കോ 800 കിലോമീറ്റർ നീട്ടമുണ്ട്. ഇത്രയും ദൂരം നിർത്താതെ ഒറ്റയടിക്ക് 18 മണിക്കൂറിനും 24 മണിക്കൂറിനും ഇടയിൽ പറന്നു തീർക്കും. വഴി മനസ്സിലാക്കുന്നത് സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും സ്ഥാനം നോക്കിയും ഭൂമിയുടെ കാന്തിക വലയം മനസ്സിലാക്കിയുമാണ്. ഹമ്മിങ് ബേർഡിന് അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ കഴിയും. അതായത് മനുഷ്യനേക്കാൾ കൂടുതൽ കളർ കാണാൻ കഴിയും. 5 സെൻറ്റിമീറ്റർ വലിപ്പവും 2 ഗ്രാം തൂക്കവുമുള്ള ഹമ്മിങ് ബേർഡിന് വലിയ ധൈര്യശാലികളാണ്. തൻ്റെ അതിർത്തിയിൽ വരുന്ന വലിയ പക്ഷികളെ, എന്തിന് പരുന്തിനെ പോലും നിർഭയം ഓടിച്ചുവിടുന്നു. ഇത് കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി: ഹമ്മിങ് ബേർഡ് ഒരു അത്ഭുത ജീവി തന്നെ. ഇതുപോലെ മറ്റു അത്ഭുത ജീവികളുടെ അറിവ് നേടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇട്ട് ചാനൽ മെച്ചപ്പെടുത്തുവാൻ സഹകരിക്കുക.